എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരുന്നതിനെല്ലാം ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. 1 മിനിറ്റിൽ താഴെ ഒരു ഓഡിയോ മെസ്സേജായിട്ട് ഇടുകയാണെങ്കിൽ ഞങ്ങൾക്കത് കേൾക്കാനും മറുപടി അയക്കാനും എളുപ്പമായിരിക്കും. വളരെ നീളം കൂടിയത് ശ്രദ്ധിക്കാൻ പലർക്കും സമയം കിട്ടാതെ പോകും. അതുകൊണ്ട് 1 മിനിറ്റിൽ താഴെ നിങ്ങൾ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന വിഷയം അത്രയും പറഞ്ഞാൽ മതി. 1-2 പ്രാർത്ഥന വിഷയം നിങ്ങൾ പറയുക. അതുപോലെ തന്നെ 1 മിനിറ്റിൽ താഴെ നിങ്ങളുടെ പ്രൈസ് റിപ്പോർട്ടും പറയണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ സാക്ഷ്യമായിട്ട് പറയാൻ കഴിയുമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഓരോ ദിവസവും ബലപ്പെടാം. കർത്താവിൽ നമുക്ക് സന്തുഷ്ടരായി മാറാൻ യേശു കൂടുതൽ കൂടുതൽ കൃപ തരട്ടെ. ഈ ജീവിതം ഒരു വൃക്ഷം പോലെയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേറൊരു വൃക്ഷത്തിൻ്റെ തണലിലാണ് ആ വൃക്ഷത്തൈ വളരുന്നതെങ്കിൽ വളർച്ച മുരടിച്ചു പോകും. എന്നാൽ നേരിട്ട് സൂര്യൻ്റെ വെളിച്ചത്തിലാണെങ്കിൽ അതിന് വേഗത്തിൽ വളർച്ചയുണ്ടാകും. ഓക്കുമരത്തിൻ്റെ കഥ PG വർഗീസ് അങ്കിളിൻ്റെ സമാധാനം എന്ന മാഗസിനിൽ 33 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചത് ഇന്നും ഓർക്കുന്നു. ഒരു കാട്ടിൽ ഒരു ഓക്കുമരമുണ്ടായിരുന്നു. അമ്മയും മകനും, അമ്മ ഓക്കുമരവും മകൻ ഓക്കുമരവും. അമ്മയുടെ തണലിലായിരുന്നു മകൻ. അതുകൊണ്ട് വരുന്ന കാറ്റുകളും വെയിലും എല്ലാം അമ്മ നേരിട്ട് ഏറ്റെടുക്കും. അതുകൊണ്ട് മകൻ ഒന്നും അറിയണ്ട, സന്തോഷത്തോടെ വളർന്നു. എന്നാൽ ഒരിക്കൽ കാട്ടിൽ മരം വെട്ടുകാർ വന്നു. വലിയ വലിയ മരങ്ങൾ വെട്ടി വരുന്ന കൂട്ടത്തിൽ അമ്മ മോനോട് പറഞ്ഞു, മോനെ, അമ്മയ്ക്കിനി അധികം ദിവസങ്ങളില്ല. ഇതാ മരം വെട്ടുകാർ വരുന്നു. ഞാനിവിടെ വെട്ടേറ്റ് നിലത്ത് വീഴും. നീ ഒറ്റയ്ക്ക് വളരേണ്ടി വരും. പ്രതികൂലങ്ങളുണ്ടാകും. മകൻ ആർത്ത് തല തല്ലിക്കരഞ്ഞു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ വലിയ അമ്മ ഓക്കുമരത്തെ വെട്ടി മനുഷ്യർ കൊണ്ടുപോയി. ഈ കൊച്ചോക്കുമരം പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അതിശക്തമായ വെയിലിൽ വാടി തളർന്ന് വളഞ്ഞു കുത്തി നിൽക്കേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിശക്തമായ കാറ്റടിച്ചു. അതിൻ്റെ പകുതി ഇലകളും പാറിപ്പോയി. അടുത്ത ദിവസം ഇതേ അനുഭവം, അടുത്ത ദിവസം ഇതേ അനുഭവം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം അതിജീവിക്കാൻ തുടങ്ങി. ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഓക്കുമരം മുകളിൽ നിന്ന് തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ താൻ ഞെട്ടിപ്പോയി. അമ്മയെപ്പോലെ അതേ കരുത്തുള്ള ഒരു ഓക്കുമരമായി ഞാൻ വളർന്നിരിക്കുന്നു എന്ന് കണ്ട് അവൻ അതിശയിച്ചു. ഇതുപോലെയാണ് ജീവിതത്തിൽ കാറ്റുകൾ നേരിട്ടടിക്കണം. സൂര്യൻ്റെ വെളിച്ചം നേരിട്ടടിക്കണം. കരിഞ്ഞു പോകുമെന്ന് വിചാരിക്കും, പാറിപ്പോകുമെന്ന് വിചാരിക്കും, ഒടിഞ്ഞു പോകുമെന്ന് വിചാരിക്കും. ഇല്ല, പ്രശ്നങ്ങളെ നേരിട്ട് ഒരു ഓക്കുമരത്തെ പോലെ വളരുവാൻ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന ചൊല്ല് മാത്രം ഓർത്തിരുന്നാൽ പോരാ, അതുപോലെ ആയിത്തീരുവാനും കർത്താവ് കൃപ തരട്ടെ. നമുക്കൊരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. There is power in the name of Jesus. There is power in the name of Jesus. There is power in the name of Jesus to break every chain, 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 to break every chain. And there is power in the name of Jesus. And there is power in the name of Jesus. And there is power in the name of Jesus to break every chain, to break every chain, to break every chain, to break every chain, to break every chain,
to break every chain, to break every chain, to break every chain, to break every chain, to break every chain, to break every chain, to break every chain, to break every chain. There's an army rising up. There's an army rising up. There's an army rising up to break every chain, 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 to break every chain. There's an army rising up. There's an army rising up. We believe it. There's an army rising up to break every chain, 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 to break every chain. I hear the chains falling. Oh, yes, I hear it. I hear it, chains falling. It's falling, it's falling. I hear the chains falling. Yeah. I hear the chains falling. Oh, I hear the chains falling. I hear the chains falling. Yeah. I hear the chains falling. Oh, I hear the chains falling. I hear the chains falling. There is power in the name of Jesus. There is power in the name of Jesus. There is power in the name of Jesus to break every chain, 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 oh, to break every chain, 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 to break every chain. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. ആ വാക്കാണ് 33-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 4:33. ഇന്നലെ നമ്മൾ ആ വാക്യം ചിന്തിച്ചു. അവർ എങ്ങനെയാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം പറഞ്ഞത്? ചില കഥകൾ പറഞ്ഞോ, ചില പാട്ടുകൾ പാടിയോ ഒന്നുമല്ല, ഒരു കണ്ണന പ്രസംഗം ചെയ്തൊന്നുമല്ല, മഹാശക്തിയോടെ യേശുവിൻ്റെ നാമത്തിന്, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവർ എങ്ങനെ നിൽക്കണമെന്ന് ഈ കാലഘട്ടത്തിൽ കാണിച്ചു തന്ന മനുഷ്യനാണ് റെയ്നാർഡ് ബോങ്കെ. അദ്ദേഹത്തിൻ്റെ സുവിശേഷ യോഗങ്ങളിൽ പങ്കെടുത്തത് 15 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഇടയിലുള്ള ജനങ്ങളായിരുന്നു. ആഫ്രിക്കയിലുള്ള ഓരോ രാജ്യങ്ങളും, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഓരോ രാജ്യങ്ങളിലും കടലുപോലെ ജനസാന്ദ്രത കൊണ്ട് നിറച്ച ഒരു ദൈവപുരുഷൻ. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ ഇതുപോലെ ജനം കൂടി?
ബില്ലി ഗ്രഹാമിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവനും ജ്ഞാനമായിരുന്നു, ദൈവത്തിൻ്റെ ജ്ഞാനം. റെയ്നാർഡ് ബോങ്കയുടെ പ്രസംഗങ്ങളാകെ തൻ്റെ ജീവിതകാലം മുഴുവനും പ്രസംഗിച്ചത് 5 പ്രസംഗം. അതിനകത്ത് വലിയ ജ്ഞാനമില്ല, എന്നാൽ മഹാശക്തിയോടെ. മീറ്റിങ്ങിൻ്റെ ആ ഇടയിൽ തന്നെ ഭൂതങ്ങൾ അലറി വിട്ടുമാറും, മുടന്തന്മാർ ചാടി എഴുന്നേൽക്കും. മഹാമന്ത്രവാദികൾ പോലും, മന്ത്രവാദം ചെയ്യാൻ വന്നവരെല്ലാം അടിയറ പറഞ്ഞു രോഗികളായി. അവസാനം അദ്ദേഹം പ്രാർത്ഥിച്ചാണ് രോഗസൗഖ്യം ഉണ്ടായത്. ആയിരക്കണക്കിന് രാജ്യങ്ങൾക്ക് താൻ ഒരു അനുഗ്രഹമായി. കൊച്ചിയിൽ 2 പ്രാവശ്യം അദ്ദേഹം ആ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അടുത്തും മറ്റ് ഇരുമ്പനം ആ 2 സ്ഥലങ്ങളിലായിട്ട് കടന്നു വന്നു. 1995 ബാംഗ്ലൂർ വരുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഒരു വോളണ്ടിയറായിട്ട്, ഡെലിവറൻസ് സെക്ഷൻ്റെ വോളണ്ടിയറായിട്ട് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറൻസ് വിഭാഗമെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഹല്ലേലൂയ പറയുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഭൂതമിളകും. അപ്പോൾ ഭൂതമിളകി താഴെ വീഴുന്ന ആൾക്കാരെ കയ്യിലും കാലിലും 2 പേര് പിടിച്ച് കൊണ്ടുപോയി ക്രൂസൈഡ് നടക്കുന്ന സ്റ്റേജിൻ്റെ പുറകിൽ 1000 പേരെ കിടത്താനുള്ളൊരു ഒരു വലിയ പന്തലുണ്ട്. അതിനകത്ത് കൊണ്ടുപോയി കിടത്തി ഈ ഭൂതത്തെ പുറത്താക്കുന്ന ജോലിയാണ് ഞങ്ങൾക്കുള്ളത്. ഞാനും മനു മേനോൻ, ഞങ്ങളൊരു 2 പേർ, അങ്ങനെ ഈ 2 പേരെയാണ് നിയോഗിച്ച. അങ്ങനെ 100 ഗ്രൂപ്പുണ്ട്. ഇതിനകത്ത് ഭൂരിഭാഗവും പാസ്റ്റർ M.A. വർഗീസിൻ്റെ ചർച്ചയിൽ നിന്നായിരുന്നു. കാരണം വേറെ ചർച്ചയിൽ നിന്ന് ഡെലിവറൻസ് വോളണ്ടിയേഴ്സിന് എടുക്കാനില്ലായിരുന്നു. ഭൂതമിളകുമെന്ന് കേട്ടപ്പോൾ തന്നെ അവരെല്ലാം പേടിച്ചു. അങ്ങനെ 5000-ലധികം വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ, ആ ക്രൂസൈഡിൻ്റെ ജനറൽ കോർഡിനേറ്ററായിട്ട് പാസ്റ്റർ പോൾ തങ്കയ്യായിരുന്നു. റീനാർഡ് ബോങ്കയ്ക്ക് മൈക്ക് കൊടുത്തു. റീനാർഡ് ബോങ്കെ സ്റ്റേജിലോട്ട് വന്ന് ആദ്യത്തെ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ മേൽ ഭൂതമുണ്ടായത് ഇളകി. വെറുതെ ഹല്ലേലൂയ പറഞ്ഞതാ, പ്രസംഗിച്ചൊന്നുമില്ല. ആ കൂട്ടത്തിൽ ഈ പല ക്രിസ്തീയ ഡിനോമിനേഷനിൽ നിന്ന് വന്ന വ്യക്തികളുണ്ടായി, വോളണ്ടിയേഴ്സായിട്ട്. വലിയ ബാഡ്ജ് ധരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ആൾക്കൂട്ടത്തിൽ. ലക്ഷങ്ങളാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ വോളണ്ടിയേഴ്സിൽ പലരും ഭൂതമിളകി താഴെ വീണിട്ട് അവരെയും ഞങ്ങൾ പൊക്കിക്കൊണ്ടുപോയി ആ ഓഡിറ്റോറിയത്തിനകത്ത് ആ ടെമ്പററി ആ പന്തലിൽ ആ ഭൂതത്തെ ഇറക്കേണ്ടി വന്നു. 95 കാര്യമാണ്. ഒരു ഹല്ലേലൂയയുടെ ശക്തി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ. അപ്പോൾ യേശുവിൻ്റെ ദാസന്മാരുടെ മേൽ വ്യാപരിക്കുന്ന മഹാശക്തി 1-ാം നൂറ്റാണ്ടിനേക്കാൾ അധികം കണ്ട ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ കണ്ട ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മൾ അറിയണം, ഈ ശക്തിയെ നാം എത്രത്തോളം സ്വീകരിക്കുന്ന അത്രത്തോളം ഈ ശക്തി നമ്മിൽ വ്യാപരിക്കാനിടയാകും. നാം ചോദിച്ചതിലും നനച്ചതിൽ അത്യന്തപരമായി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവൻ എന്നാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. യേശു കർത്താവ് പറയുന്നു, ദൈവ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്, ഇതിനൊരളവ് വെക്കരുത്. ഏലീശ ഇരട്ടി പങ്കെന്ന് പറഞ്ഞു. പുതിയ നിയമസഭ പറയുന്നത് അളവില്ലെന്നാണ്. യേശു പറഞ്ഞത് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് നദിയെന്നല്ല നദികൾ ഒഴുകുമെന്നാണ്. ആരും പരിശുദ്ധാത്മാവിൻ്റെ ഈ മഹാശക്തിയെ പരിമിതപ്പെടുത്തരുത്. ഈ മഹാശക്തി ഉപയോഗിച്ചവരെല്ലാം മഹാവിമർശനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ബെന്നിഹിൻ, അതുപോലെ സ്മിത്ത് വിഗിൽസ്വർത്ത്, കാതറിൻ കുൽമാൻ, എല്ലാവരും. കാതറിൻ കുൽമാൻ്റെ ശവകുടീരത്തെ തൊട്ടപ്പോഴാണ് ബെന്നിഹിൻ ശക്തനായതെന്നും പറഞ്ഞ് ഒരു കാലത്ത് ഭയങ്കര വിമർശനം. അവരെല്ലാം ദൈവസന്നിധിയിലിരുന്ന് ശക്തിപ്പെട്ടതാണ്. ഈ വിമർശിക്കുന്നവരാരാ? പ്രാർത്ഥിക്കുന്നവരാണ്. അതാണ് ഏറ്റവും വലിയ അതിശയം.
ദൈവമില്ലാത്തവരെന്തും പറയട്ടെ, ദൈവമുള്ളവർ, വിശ്വാസികളെന്ന് പേര് പറയുന്നവർ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ മുന്നിൽ വന്നു. അപ്പോസ്തലനായ തോമാസ്ലീഹ ഈ കൊച്ചു കേരളത്തിൽ വന്ന് തന്നിൽ വ്യാപരിച്ച മഹാശക്തി കൊണ്ട് കേരളം മുഴുവനും സഭകൾ ഉളവാക്കി. നിരണം, പാലയൂർ, നിലയ്ക്കൽ, കോട്ടയ്ക്കാവ്, കൊത്തമംഗലം, കൊല്ലം, മാല്യങ്കര 7 പള്ളികൾ എന്ന പേരിൽ ഇന്നും പള്ളികളുണ്ട്. ഇതെല്ലാം വിശ്വസിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മഹാത്ഭുതങ്ങളിലൂടെ വിടുതൽ പ്രാപിച്ച നമ്മുടെ പിതാക്കന്മാരുടെ കൂടിവരവുകളായിരുന്നു. കാലാന്തരത്തിൽ അതൊരു മതത്തിൻ്റെ ഭാഗമായി മാറിയെങ്കിലും യേശു പറഞ്ഞുവിട്ട അപ്പോസ്തലനായ തോമാസ്ലീഹയിലൂടെ ഉളവായ മഹാശക്തിയുടെ ആരംഭം യേശുവിൻ്റെ കാലത്ത് തന്നെ, അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ ഈ മഹാശക്തിയോടെ ആ കൂട്ടത്തിൽ തോമാസ്ലീഹയുണ്ടായിരുന്നു. അദ്ദേഹം വന്നത് കൊച്ചു കേരളത്തിലോട്ടാണ്. ഈ കൊച്ചു കേരളത്തെ മഹാശക്തി കൊണ്ട് നിറച്ച ഒരു ദൈവദാസൻ. അപ്പോൾ മഹാശക്തി എന്ന വാക്ക് മറ്റെല്ലാവരേക്കാൾ അധികം എടുത്തു പറയാൻ അവകാശമുള്ളവർ ജെറുസലേം കഴിഞ്ഞാൽ, ഇസ്രായേൽ കഴിഞ്ഞാൽ മലയാളികളാണെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ ശക്തിയെ ദൈവസഭ, കേരള സഭ ഇത് പ്രാപിക്കണം. എങ്ങനെയാണ് പ്രാപിക്കുന്നത്? ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെല്ലാം പ്രാർത്ഥനയാക്കണം. ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെല്ലാം ആരാധനയാക്കണം. അതോടുകൂടി മഹാശക്തി പുറത്തു വരും. സംഭവിച്ചതെല്ലാം നന്മയ്ക്കാണെന്ന് പറഞ്ഞ് ദൈവത്തെ പുകഴ്ത്തണം. വിമർശനങ്ങളെല്ലാം നിർത്തണം. ഭൂമിയിൽ ആരെക്കുറിച്ചൊരു ദോഷം പറയരുത്. പിശാചിനെ കുറിച്ച് പോലും ഒരു ദൂഷണവിധി ഉച്ചരിച്ചില്ല എന്നാണ് ദൈവദൂതനെ കുറിച്ച് യൂദായുടെ ലേഖനത്തിൽ, വെളിപ്പാട് പുസ്തകത്തിന് മുമ്പുള്ള ലേഖനത്തിൽ പറയുന്നത്. പിശാചിനെ കുറിച്ച് പോലൊരു ദൂഷണവിധി പറയാത്ത കോടിക്കണക്കിന് ദൂതന്മാർ നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ കിടന്ന് എങ്ങനെ മറ്റുള്ളവർക്കെതിരെ ഒരു ദൂഷണം പറയാൻ കഴിയുന്നു? ഒരിക്കലും പാടില്ല. നമ്മുടെ മഹാശക്തിയെ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ, നമ്മുടെ മേലുള്ള അഭിഷേകത്തെ നമ്മൾ അസാധുവാക്കി കളയരുത്. വേണമെങ്കിൽ ഈ അഭിഷേകം വേണ്ടെന്ന് വെക്കാം. വേണമെങ്കിൽ ഈ അഭിഷേകത്തെ നമുക്ക് വളർത്താം. വർഷങ്ങൾക്ക് മുമ്പ് 91 ഞാൻ കർത്താവിൻ്റെ വേലക്കിറങ്ങിയപ്പോൾ അന്നത്തെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ രാത്രി മുഴുവനുമാണ്. അസാധാരണ ദൈവപ്രവർത്തികളുടെ ഒരു സമയം. ഒന്നും അറിയില്ല, പോകുന്നിടത്തെല്ലാം ഭൂതങ്ങൾ ഇളകുന്നു. ഒരിക്കൽ കണ്ണൂര് ഏരിയയിലുള്ള ഒരു ആനപ്പന്തി എന്ന ഒരു സ്ഥലത്ത് ഒരു യോഗത്തിന് പോയപ്പോൾ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ആത്മാവിൽ നിലത്തുനിന്ന് പൊങ്ങുന്നു. നടന്ന സംഭവമാണ്. അങ്ങനെ പൊങ്ങുന്നു താഴേക്ക്. 1 അടി ഉയരത്തിൽ 2 അടി ഉയരത്തിൽ പൊങ്ങിയിട്ട് ആരാധിച്ച് പൊങ്ങിയിട്ട് താഴോട്ട് വരും. അവരെല്ലാം പായയിലിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ പൊങ്ങി പുറകിൽ വന്ന് ഒരു സ്ത്രീയുടെ കാലയിൽ വന്ന് വീണു. അതോടെ ഭയങ്കര വിപ്ലവമായി. അന്ന് രാത്രി ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, കർത്താവ്, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും എനിക്ക് വേണ്ട കർത്താവേ. പിന്നീട് ഞാൻ പല ചരിത്രങ്ങൾ വായിച്ചു. അസൂസ സ്ട്രീറ്റ് ഉൾപ്പെടെ ലോകത്തിൽ ഉണർവ് നടന്ന സ്ഥലങ്ങളിൽ ആരാധനയുടെ ഇടയിൽ അവർ ഉത്തരത്തിൻ്റെ മണ്ടയിലൊക്കെ ഇരുന്ന കഥ, ചരിത്രങ്ങൾ കേട്ടപ്പോഴാണ്, ദൈവമേ, ഇതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ആരുമില്ലായിരുന്നല്ലോ. 15 രൂപയുടെ ബൈബിളുമായിട്ട് മാറി ഉടുക്കാൻ രണ്ടാമതൊരു വസ്ത്രമില്ലാതെ വീട്ടിൽ നിന്നിറങ്ങി എനിക്കിത് ആര് പറഞ്ഞു തരാൻ? ബൈബിൾ പഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ആ നാളുകളിൽ കണ്ടതാണ്. ദൈവശക്തി കണ്ടിട്ടുണ്ട്, ദൈവപ്രവർത്തികളുടെ തുടക്കം. അന്ന് ഞാൻ പറഞ്ഞു, കർത്താവ്, ഇങ്ങനെയുള്ള ഒരു പരിപാടി എനിക്ക് വേണ്ട. ഞാൻ നന്നായിട്ട് സാക്ഷ്യം പറഞ്ഞോളാം, നന്നായിട്ട് പ്രസംഗിച്ചോളാം. എനിക്ക് കിട്ടിയ മഹാശക്തിയെ വിമർശനത്തിൻ്റെ പേടി കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ ഒരു കാലം. ഇന്ന് ഞാൻ, കർത്താവെ, ആര് ചീത്ത വിളിച്ചാലും നിന്റെ മഹാശക്തി
എത്രത്തോളം തരാമോ അത്രത്തോളം തരണേ എന്ന് ഇപ്പോൾ കെഞ്ചി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഹാശക്തി, മലകളെ നീക്കുന്ന ശക്തി, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശക്തി, യേശു ഒരു സ്ഥലത്ത് കാലുകുത്തി ഉടനെ ആർക്കൊതുക്കാൻ കഴിയാത്തവൻ വന്ന് മുട്ടുകുത്തി 8000 ഭൂതങ്ങൾ വിട്ടുപോവുകയാണ്. മഹാശക്തി. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിൽ അധികം നിങ്ങൾ ചെയ്യും. എങ്ങനെ? നിങ്ങളുടെ കഴിവല്ല, മഹാശക്തി, അത്യന്ത ശക്തി. നിങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്. ഇത് മൺപാത്രങ്ങളിലാണ് പകരുന്നത്. ഓ ശകരബകരസ്യ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം, വേദപുസ്തകം ധ്യാനിക്കണം, വായിക്കണം, കർത്താവിനെ കാത്തിരിക്കണം, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കണം, അതിരാവിലെ എഴുന്നേൽക്കണം, രാത്രികളിൽ വൈകി കിടക്കണം, ഏത് നേരത്തും ശമൂവേലിനെ പോലെ അടിയൻ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. അങ്ങനെയുള്ള വ്യക്തികൾ മഹാശക്തി കണ്ടിരിക്കും. അനേക പ്രശ്നങ്ങളുടെ മറുപടി അഭിഷേകമാണ്, ശക്തിയാണ്. ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിലെത്രയെന്ന് പൗലോസ് പറഞ്ഞു. ആ ശക്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവമക്കളെ നമുക്ക് എരിവോടെ എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട തിരുവെഴുത്ത് പോലെ തന്നെ ഈ മഹാശക്തി ഈ കാലഘട്ടത്തിൽ റീനാഡ് ബോംഗെ പോലെയുള്ള ദൈവദാസന്മാരിൽ വ്യാപരിച്ച മഹാശക്തി ഇന്ത്യൻ സഭയിൽ ഇപ്പോൾ എഴുന്നേറ്റ് വരുന്ന പലരിലും കാണുന്ന ഈ മഹാശക്തി ഞങ്ങളുടെ മേലും പകരണമേ. ഈ ശക്തിയെ ഉപയോഗിക്കുന്നവർക്കെതിരെയുള്ള വിമർശനങ്ങളെ അതിജീവിക്കാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളും ഈ മഹാശക്തി ലഭിച്ചാൽ പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കും കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ. ഇന്നവർ നേരിടുന്ന എല്ലാ വിഷയങ്ങളും ശക്തിയായി മാറട്ടെ, മഹാശക്തിയായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. മഹാശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം നമുക്ക് പ്രാപ്തി തരട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.